പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് 65 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രശ്നങ്ങളാണ്. ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരിൽ 70% പേരും 65 വയസ്സിന് മുകളിലേക്കുള്ളവരാണ്. ഞാൻ വയസ്സനായതുകൊണ്ടായിരിക്കാം വയസ്സന്മാർ കാണുന്നത്. സന്തോഷം, നല്ല കാര്യം. ഏതായാലും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാൾ കുറവുള്ളത് 35 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ളവർ, അവർക്ക് ഞാനൊരു വീഡിയോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് വയസ്സന്മാരുടെ പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഈ 65 വയസ്സിന് മുകളിലേക്കുള്ളവർ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു, മരുമക്കളെല്ലാം കൂടെ വന്ന് കയറി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല. ചില വീടുകളിൽ അപ്പനും അമ്മയും ഔട്ടാണ്. ചില വീടുകളിൽ മക്കളൊക്കെ പുറത്താണ്, അപ്പനും അമ്മയും അകത്താണ്. ഒറ്റയ്ക്ക് ഉള്ളൂന്ന് മാത്രം, പിള്ളേരൊന്നുമില്ല, ഒരു രസവും ഇല്ല, പിള്ളേരും ഇല്ല, കൊച്ചുമക്കളും ഇല്ല, ആരുമില്ല. പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. ചിലരൊക്കെ ഏകാന്തമായിട്ട് ജീവിക്കുക, അമ്മ തന്നെ 70 വയസ്സായ തള്ള തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ 75 വയസ്സായ അപ്പം തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നു. മക്കളുടെ ഒന്ന് സ്വരം കേൾക്കാൻ പോലും ഇല്ല. ഈ പ്രായത്തിൽ പിള്ളേരുടെ സ്വരവും ഇതുമൊക്കെ കേട്ട് ജീവിക്കേണ്ട കാലഘട്ടമാണ്. പിള്ളേരുടേത് അടുപ്പവും കരച്ചിലും ചിരിയും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ട കാലഘട്ടമാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥാവിശേഷം. ഇങ്ങനെ കുടുംബ തലങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. ചിലർക്കാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളെ കെട്ടിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചു, ജപ്തി നോട്ടീസും കുന്തവും കുടച്ചക്കറും എല്ലാം കൂടെ. വേറെ കേസും കൂട്ടുവാണെങ്കിൽ വേറെ അയൽവക്കത്തുകാരുമായിട്ട് കേസ് പ്രശ്നങ്ങൾ. അങ്ങനെ വേറൊരു വശത്തേക്ക് മോളെ കെട്ടിച്ചിട്ട് മരുമോൻ ഭയങ്കര കുടിയൻ, അങ്ങനെ ഒരു പ്രശ്നം. ഒരുത്തിനെ കെട്ടിച്ചിട്ട് അവരുടെ വീട്ടിലെന്നും കലഹം, വീട്ടുകാലം, അമ്മായി അമ്മയും മരുമോളും വഴക്കും, അങ്ങനെ പ്രശ്നം. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് സാധാരണ ഈ കാലഘട്ടത്തിൽ നമ്മളെ അലട്ടുന്നത്. പിന്നെ പ്രായത്തിൻ്റെ അസ്വസ്ഥത വേറെ, നടുവേദന ഒരു വശത്തേക്കടെ, ചങ്കുവേദന, ഒരു വശത്തേക്കടെ BP, ഷുഗർ എല്ലാത്തിനും തന്നെ ഉണ്ടാവും. മനസ്സിലായോ? എല്ലാത്തിനും തന്നെ ഉണ്ടാവും. കൊളസ്ട്രോൾ കൂടി വരുന്നു, ബൈപ്പാസ് ചെയ്യണമെന്ന് പറയണു, അതിനാണെങ്കിൽ കാശില്ല. ഇനി വെള്ളമൊക്കെ കുടിക്കുന്ന പാർട്ടിക്കാണെങ്കിൽ ക്യാൻസറോ ക്ഷയോ ആസ്മാരോഗോ ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ അത് വേറെ വന്നു കൂടും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിരി പ്രശ്നമുള്ള ഒരു കുടുംബമായിരിക്കും, വ്യക്തി തലമായിരിക്കും ഉള്ളത്. മനസ്സിലായില്ലേ? മക്കളെന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വിഷമം, എൻ്റെ പൈസയും സ്വത്തും എല്ലാം തട്ടിയെടുത്തു എന്ന് പറഞ്ഞൊരു തലം വേറെ വശത്തേക്കടെ, അപ്പന് ഇളയ മോന് കൂടുതൽ കൊടുത്തു എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് വേറൊരു വശത്തേക്കടെ, അമ്മായി അമ്മയും മോളും തമ്മിലുള്ള വഴക്ക് വേറെ വശത്തേക്കടെ, അമ്മയ്ക്കൊരു സ്ഥാനമില്ല എന്നുള്ള വശം. ചിലപ്പോൾ അമ്മയും ആൺമക്കളും കൂടെ ഒരു സെറ്റ്, അപ്പനും പെൺമക്കളും കൂടെ ഒരു സെറ്റ്, അങ്ങനെ രണ്ട് കുടുംബത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് പരിഹാരം എന്ന് നമ്മൾ ചുരുക്കമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ, എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, അപ്പച്ച അമ്മച്ചി വണ്ടി പഴയതായി, ഇതുകൊണ്ട് എല്ലാം ഒറ്റയടിക്ക് തീരുന്ന പ്രശ്നമില്ല. വണ്ടി പഴയതായതുകൊണ്ട് അവസാനം ഈ കണ്ടം ചെയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ കിടക്കുന്നത്. എന്നാലും നമുക്ക് ഈ ചടാക്ക് വണ്ടിയാണെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് കൂടിയിട്ട് കൈയും കാലും തളർന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് ക്രമമായ മരുന്ന് കഴിച്ച് ഒരു ഡോക്ടറുടെ കെയർ ഓഫിൽ പോവുക. ഏറ്റവും ചെക്കപ്പ് ചെയ്തിട്ട് പ്രകൃതി ഭക്ഷണം കഴിക്കുക കേട്ടോ. വലിയ ഈ പിത്തീറ്റ ഭ്രാന്തിന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അകാല ചരമം പ്രാപിക്കും. ഇറച്ചിയും മീനും വറുത്തതും പൊരിച്ചതും ഒരു സാധനവും നല്ലതില്ല. എല്ലാത്തിൻ്റെ അകത്തും കുത്തിവെച്ച് വിഷം കയറ്റി അങ്ങോട്ട് തന്നത്. ഇറച്ചിയിലായാലും മീനിൻ്റെ അകത്തായാലും ഇട്ട് തരികയാണ്. ഇങ്ങേറ്റം കോഴിയിറച്ചി പോലും കുത്തിവെച്ച് തന്നെ സാധനമാണ്. കായക്കൊലയാണെങ്കിൽ അടിയിൽ നിന്ന്
പിന്നെ പുരുടാൻ മുകളിൽ നിന്ന് യൂറിയ എല്ലാം കൂടെ കൂടിയിട്ട് ഇത്രയും മണ്ണുള്ള പഴം മേടിക്കണ്ട. ഞാൻ പറയും ഈ എണ്ണം കുറഞ്ഞ പഴമില്ലേ, വില കുറവാണ് സാധനം, അത് മേടിച്ചാൽ മതി എന്ന് പറയും. ചീര പോലും തുള പിടിച്ച ചീര മേടിക്കുന്നതാണ് നല്ലത്. അതിന് വിഷം അടിച്ചിട്ടുണ്ടാവില്ല. പുഴു കുറച്ച് തിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് സുഖമായിട്ട് കഴിക്കാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലളിതമായ നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ പറയും വീട്ടിൽ തന്നെ പിന്നെ എന്നതാണ് ഈ ഫലമൂലാദികൾ നമ്മൾ തന്നെ ചില നടുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും അത് ഇച്ചിരി കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലത്. അപ്പച്ചനും അമ്മയും കൂടെ രണ്ടുപേരും ഒന്ന് സപ്പോർട്ട്, ഒരാൾക്ക് നടുവിന് വേദന, ഒരാൾക്ക് കൈക്ക് വേദന, മനസ്സിലായില്ലേ? അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ നട്ട് കഴിഞ്ഞാൽ 10 ചാക്കിൻ്റെ അകത്ത് നമുക്ക് മുളക്, ചീര, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ കുമ്പളങ്ങ ഇതൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അതൊരു തെറപ്പിയും കൂടെ കൂടിയാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹോർട്ടിക്കൾച്ചർ തെറപ്പി എന്നും പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിൽ ഈ വീഡിയോ മാത്രമല്ല, ഞാൻ പറയും എല്ലാ വീഡിയോയും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രായമുള്ളവരുടെ പ്രശ്നങ്ങൾ ഒത്തിരി അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാ അനുഭവങ്ങളും കൂടെ കൂട്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്നേഹം വീഡിയോ ഫാദർ ജോർജ് സ്നേഹ വീട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും കൂടെ ഇങ്ങോട്ട് കിട്ടും. അതായത് 272 വീഡിയോ, 272ാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഞാൻ പറയും കുറേയൊക്കെ വിട്ട് കളയുക. ഈ പിന്നെ മർക്കട മുഷ്ടി പിടിച്ചിട്ട് കാര്യമില്ല. മക്കൾ പിന്നെ എന്നതാണ് കുറേയൊക്കെ മക്കളെ ഏൽപ്പിക്കുക, അവരുടെ ഉത്തരവാദിത്വം. പിന്നെ ഞാൻ പറയും എല്ലാം ഒരുപോലെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. മക്കൾ പിന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 ടൈപ്പായിരിക്കും, പല ടൈപ്പായിരിക്കും. എന്നാലും നമുക്ക് ചെയ്യാവുന്ന ഒരു മക്കളോടുള്ള കടമ നിർവഹിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു വശം പിടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇളയ മോനെ എല്ലാം തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് മുഴുവനോടെ ഇളയ മോന് കൊടുത്തു കഴിഞ്ഞാൽ അവസാന കാലത്ത് ചിലപ്പോൾ അവൻ തട്ടി പുറത്താക്കൂല, കാശ് മേടിച്ചേക്കണതല്ലേ, അവൾ തട്ടി പുറത്താക്കും. അല്ലെങ്കിൽ എന്തിയാ ഇങ്ങനെ കിടക്കണേ, അടുത്ത വീട്ടിലോട്ട് പോകാൻ പാടില്ലേ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇത് തട്ടുത്ത് ഇതൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ശല്യമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ ഒരു ക്രമീകരിച്ച് ഒരുത്തനെ ഓടിച്ചാലും അടുത്ത വീട്ടിലേക്ക് പോകാനും ഏറ്റവും നല്ലത് ഓടിക്കലും പോകലും അല്ല കേട്ടോ. എല്ലാവരോടും ഐക്യമായിട്ട് സ്നേഹമായിട്ട് നിന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നോ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല. അത് പണ്ടത്തെ മോഡലാണ്, അതിപ്പോൾ നല്ലതല്ല. അവനുള്ളത് ഏകദേശം അപ്പൻ്റെയും അമ്മയുടെയും സ്വത്തിൻ്റെ മരിക്കുന്നവരെ അവനങ്ങോട്ട് കൊടുത്തേക്കണം, അത്രയല്ലേ പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ വീതിക്കാവുന്ന വിധത്തിൽ പ്ലാൻ ചെയ്തിടുവോ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ആദായം ഇതിൻ്റെ തരത്തിൽ. ഇതുപോലെ തന്നെ ഞാൻ പറയും ഈ പ്രായത്തിൽ നമ്മൾ ഇട്ടേക്കണ കാശ് മുഴുവനോടെ ഒരാൾക്കങ്ങ് കൊടുത്തേക്കരുത്, അത് അവതാളത്തിലാവും പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നപ്പോൾ മക്കൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൊടുക്കുക. എന്നാലും നമുക്കുള്ളത് പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ളത് കണ്ടുവെക്കണം. ചില തന്തമാർ ചെയ്യണ പണിയാണ്, നീ ഒരു എൻ്റെ മക്കളൊക്കെ നല്ലവരാണ്, നിനക്ക് തന്നില്ലെങ്കിൽ നീ കഴിക്കണ്ട എന്നും പറഞ്ഞു എല്ലാം കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം നേരത്തെ മരിക്കുകയും ചെയ്തു, അമ്മ വെള്ളത്തിൽ പോകും. അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു വീതം, അപ്പനും അമ്മയ്ക്കുള്ളൊരു വീതം മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഉള്ള കുറച്ച് ക്യാഷ് നിങ്ങളുടെ കൈവശം ഉണ്ടാവുക, എന്നാലേ നമുക്കൊരു സ്വാതന്ത്ര്യമുള്ളൂ. ബാങ്കിലിട്ടിട്ട് നോമിനി വെച്ചോ, മക്കളെ ആരെങ്കിലുമൊക്കെ നോമിനി വെച്ച് ഭാര്യനും ഭർത്താവിനും ഉള്ളത് കുറച്ച് പൈസ കണ്ടുവെച്ച്. പ്രത്യേക രോഗങ്ങൾ വരെ ഇന്നത്തെ കാലത്ത് ഒത്തിരി അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാത്തിനും ചെന്ന് മോൻ്റെ അടുത്തും മരുമക്കളുടെ അടുത്തും നമ്മൾ കൈ നീട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തരത്തിൽ ഉള്ള കണ്ടുവെച്ച് ഒക്കെ അങ്ങനെ പോകുന്നത് നല്ലത്. അപ്പോൾ സാമ്പത്തിക മേഖല കുറച്ചൊന്ന് സുരക്ഷിതമാക്കാനായിട്ട് ശ്രമിക്കുക, ഉള്ളത് വെച്ചുകൊണ്ട്. ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് സ്നേഹമായിട്ട് ആരെ പിണക്കാതിരിക്കുക. ഈ പ്രായത്തിന് എല്ലാം കൂടെ കെട്ടിപ്പൊറുക്കിക്കൊണ്ട് അടുത്ത വീട്ടിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. മനസ്സിലായോ? ഭാര്യയും ഭർത്താവ്. പിന്നെ ഞാൻ പറയും 2 2ആയിട്ട് ഡിവൈഡ് ചെയ്യണതും കുഴപ്പമാണ് കേട്ടോ. അത് വല്ലാത്ത അസ്വസ്ഥയായിരിക്കും. അമ്മ പിന്നെ എന്നതാണ് ആൺമക്കളുടെ വീട്ടിൽ ഒരാളുടെ വീട്ടിലോട്ടും പോയി, പിന്നെ അപ്പൻ പെമ്മക്കളുടെ വീട്ടിലോട്ടും പോയി. ചിലപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും, അവരെ സഹായിക്കാനായിട്ടൊക്കെ കുറച്ച് നാളത്തേക്കൊക്കെ മാറിയിരിക്കേണ്ടി വരും. എന്നാലും നിങ്ങൾ 2 പേരും മരിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒക്കെ പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ മക്കൾ ഫോറിനിൽ പോട്ടേന്നേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. ചില കോഴീനെയൊക്കെ വളർത്തി
ഞാൻ പറയും പ്രായമായവർക്ക് നല്ലതാട്ടോ. ചില കോഴി, താറാവ് അതിൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് നമ്മുടെ പിള്ളേരുടെ പിന്നെ കൊച്ചുങ്ങളുടെ കളിയും ചിരിയും കാണാനില്ലെങ്കിൽ നമുക്ക് മൃഗങ്ങളുടെ കാണാൻ പാടില്ലേ? മൃഗങ്ങളുടെ കാണാമല്ലോ. ആ താറാവ് പോയി കുളിക്കണ കാണലും അത് ഒരുമിച്ച് ചെയ്യുന്നത് കുളിക്കലും എന്ത് രസമാണെന്നറിയാമോ? കുളിക്കണു, അത് ഒരേ സമയത്ത് തന്നെ ഉറങ്ങുന്നു, ഒരേ സമയത്ത് തന്നെ തീറ്റ തേടുന്നു, അത് കിടന്ന് ഒച്ചയെടുക്കണു. നമ്മൾ ഇച്ചിരി അരിയും കൂടെ അങ്ങോട്ട് ചെയ്യുന്ന എന്തോ ചപ്പാടും ബഹള, മനസ്സിലായോ? അത് താട്ടേന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അത് ആടാണെങ്കിൽ ആട്, കോഴി, ചില താറാവ്, പറ്റുമെങ്കിൽ ഒരു പശുവിനെ വളർക്കണം, നമുക്ക് പാല് കുടിക്കാമല്ലോ. പശുവിനെ വളർത്തുക. ചില സ്ഥലമുണ്ടെങ്കിൽ 10 സെൻറ്റ് സ്ഥലമുള്ളെങ്കിൽ അതിൻ്റെ അകത്ത് ചില സാധനങ്ങൾ ഒക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് അതൊരു മനസ്സിന് ടെൻഷൻ കുറയ്ക്കാനും ഭാര്യയും ഭർത്താവും കൂടെ കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സന്തോഷവും സമാധാനവും കിട്ടും. ഇതുപോലെ തന്നെ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഈ പ്രായമൊക്കെ ആയിക്കഴിയുമ്പോൾ ചില പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ. എന്ന് വെച്ചാൽ ചില ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ കേൾക്കുക, വീഡിയോ കാണുക, പിന്നെ എന്നതാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഇടയ്ക്കൊരു ധ്യാനത്തിന് പോവുക, ഒന്ന് വിളിക്കുക, ഏതെങ്കിലും പാവപ്പെട്ടവരുടെ സെൻറ്റർ സന്ദർശിച്ച് സംഭാവന കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാമൂഹ്യ തലങ്ങളിലൂടെ കടക്കുന്നത് നല്ലതാണ്. അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള തലങ്ങളുണ്ടാകും. പള്ളിയിൽ പോയി ഒരുമിച്ചിരുന്ന് ചിലരൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഒത്തിരി സഹായകമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള തലത്തിലേക്ക് രണ്ടുപേര് പ്രായമായവർ നടക്കണം. പിന്നെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും അല്ല. പലതും നമുക്ക് കിട്ടിയിട്ടില്ലാന്നേ. ഒറ്റ കാര്യം, നിങ്ങളുടെ ലക്ഷ്യം എന്നതാണ്. ഞാൻ പറയും, ഈ പ്രായമായവരുടെ ആണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യമാണ്. ഞാൻ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, മോളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എനിക്ക് MA PhD പാസ്സാവണം, എനിക്ക് കാറ് മേടിക്കണം, എനിക്ക് ഉന്തുവണ്ടി മേടിക്കണം. അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ താൽക്കാലികമാണ്. സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ പണ്ട് വേദപാഠ ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ട്, എന്തിനായി ദൈവം നിന്നെ സൃഷ്ടിച്ചു? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്താൻ എന്നെ സൃഷ്ടിച്ചു. അപ്പോൾ അത് അത്ര ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ശാന്തമായിട്ട് അഭിമുഖീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ സാമ്പത്തിക മേഖല, കുടുംബ മേഖല, അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളുടെ മേഖല, നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ മേഖലകളെ കുറച്ചുകൂടി ഉണർവും ഉന്മേഷവും ഉണ്ടാക്കാനും ചില ആശയങ്ങൾ കിട്ടാനും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ എനിക്കും സന്തോഷമുണ്ട്. എന്തെങ്കിലും അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. 24 മണിക്കൂറും ഫോൺ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഫോൺ നമ്പറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. 9447465414. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വിളിക്കാം. ഞാനിതിൻ്റെ ഒക്യുപ്പൈഡ് ആണെങ്കിൽ തിരിച്ചങ്ങോട്ട് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ ഫോണിലൂടെ തന്നെ സഹായിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരു ഇൻസൈറ്റ് കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു പ്രാർത്ഥനയായിരിക്കാം, ആശ്വാസമായിരിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് സബ്സ്ക്രൈബ് എന്നും പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട്. അവിടെയൊന്നും പിന്നെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബെല്ലിൻ്റെ പിന്നെ ഒരു മണിയുടെ ചിഹ്നമുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കിട്ടും. അല്ലെങ്കിൽ സ്നേഹം വീഡിയോ എന്ന് ഫാദർ ജോർജ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിൽ ബിൽഡപ്പ് ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് അയച്ചു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.